നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസ് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. ലാക്മേയുടെ പൊമോഗ്രാനൈറ്റ് ഫ്ലേവറിലുള്ള ഷീറ്റ് മാസ്ക് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 15 മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ദെൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഫേസ് മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ മെബിലിൻ്റെ ഫിറ്റ് മി റേഞ്ചിലെ 230 ഷെയ്ഡുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സെയിം ഷെയ്ഡാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ബ്യൂട്ടി ബ്ലെൻഡർ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡറാണ്. നല്ല അടിപൊളി ബ്യൂട്ടി ബ്ലെൻഡറാണ് കേട്ടോ. ദെൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സീർ സീക്രട്സിൻ്റെ ബ്ലഷാണ്. അതിൻ്റെ ഷെയ്ഡ് മെറൂണാണ്. ഞാൻ എൻ്റെ ഫേസിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതേ സെയിം ഷെയ്ഡ് തന്നെയാണ് ഞാൻ എൻ്റെ ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം നല്ലൊരു അടിപൊളി ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ അതേ സെയിം ഷെയ്ഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ഞാൻ പൊതുവേ ത്രെഡ് ചെയ്യൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഐബ്രോ പെൻസിൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കുക തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളൂ. അത് നല്ല രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ലാക്മേയുടെ ഒരു ഐലൈനറാണ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കുറേ കാലമായിട്ട് ഞാൻ ഇതേ സെയിം ഐലൈനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് ചെയ്യാനും ഭയങ്കര എളുപ്പമായിരുന്നു. ദെൻ ഞാൻ സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഫോർ എവർ റെഡ് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സസ് ആയിട്ടുള്ളത് ടിഷ്യൂ വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻസൈറ്റിൻ്റെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ലിപ് ഗ്ലോസും കൂടെ ഞാൻ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ചിട്ടൊരു ഗ്ലോസിനെസ് ആ ഒരു ലിപ്സിന് കിട്ടിയത്. ദെൻ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു. ഇത് ഞാൻ തന്നെ തയ്ച്ച ഔട്ട്ഫിറ്റാണ്. 2.5 മീറ്റേഴ്സാണ് വേണ്ടി വന്നത്. പിന്നെ അതുപോലെ എംബ്രോയിഡറി ഞാൻ തന്നെയാണ് ചെയ്തത്. ഒരു ഹൂപ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇയറിംഗ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബാംഗിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാസിയോൻ്റെ ഒരു റോഡ് ഗോൾഡ് ഷെയ്ഡിലൊരു വാച്ചും കൂടെയാണ് ഞാൻ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇതിന് എനിക്ക് വന്നത് ഒരു 4 ദിവസമാണ് എനിക്ക് ഡ്രസ്സ് മൊത്തത്തിൽ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. ബോക്സ് ഫിറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഔട്ട്ഫിറ്റ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.